ഗുഡ് ആഫ്റ്റർനൂൺ. കട്ട് ചെയ്തല്ലോ. ഇനി വരുന്നവരിങ്ങനെ ജോയിൻ ആയിക്കോട്ടെ. പ്രയറിനുള്ളവരൊന്ന് പ്രയർ ചൊല്ലിട്ടോ. ഹലോ, ഓഡിബിൾ ആണോ? ഞാൻ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണല്ലേ? അപ്പോൾ പ്രയറിനുള്ളവരെ പ്രയർ ആരാ ചൊല്ലണ അവരൊന്ന് പ്രയറും പ്ലഡ്ജൊക്കെ പറയും. അപ്പത്തിന് ജോയിൻ ആവുന്നവർ ജോയിൻ ആവട്ടെ. പ്രയർ ആരാണെന്നറിയില്ല. കേറിയിട്ടില്ലേ? എന്നാ നജും പറഞ്ഞോ. ഓക്കെ. Prayer. In the name of God, the most gracious, the most merciful, all praise is due to God, the Lord of the universe, the beneficent, the merciful, Lord of the day of judgment. You alone do we worship, and to you alone we turn for help. Guide us to the straight path of those you have blessed, not of those who have incurred your wrath, nor of those who have gone astray. Amen. Pledge. India is my country. All Indians are my brothers and sisters. I love my country and I am proud of its rich and varied heritage. I shall strive to be worthy of it. I shall give my parents, teachers, and all elders respect and treat everyone with courtesy. To my country and my people, I pledge my devotion. In their well-being and prosperity alone lies my happiness. Begin. ഞാൻ ഓഡിബിൾ ആണോ? റേഞ്ച് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ഒരു ഇത് മാറിക്കണു. എന്തായാലും ഞാൻ വീട് മാറിക്കണു. വൈഫൈ അല്ല. വോയിസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയോ? വോയിസ് കേൾക്കുന്നുണ്ട് മിസ്സേ. കാണുന്നുണ്ടോ? കാണുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് നമ്മള് സമ്മറൈസ് ചെയ്തിട്ടില്ല ആരും ഗ്രൂപ്പിൽ. അറ്റൻഡൻസ് വളരെ ലോ ആണല്ലോ എന്നൊക്കെ. ഇന്നത്തെ ക്ലാസ്സിലും കുറവായിരുന്നു കുട്ടികള്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തപ്പോഴും കുറച്ച് കുറവായിരുന്നു അല്ലേ? പിന്നെ കുട്ടികള് ഇങ്ങനെ തന്നെയായിരുന്നോ? കുറവ് തന്നെയായിരുന്നോ? ലാസ്റ്റ് ക്ലാസ്സിൽ ലീവായിരുന്നു മിസ്സേ. ഇപ്പൊ നമുക്ക് എന്റെ സൗണ്ട് കുറവാണെന്നാണോ? നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് ഡിസ്കസ് ചെയ്ത് പോവാ അല്ലെ? ആവാൻ വേണ്ടിട്ട് നമ്മള് ഈ അയച്ച നോട്ടില്ലേ, ക്ലാസ് കഴിഞ്ഞിട്ട് വായിച്ചു നോക്കലുണ്ടോ? ഇപ്പൊ ക്ലാസ് കേട്ടാലും ആ കേൾക്കുമ്പോ നമുക്ക് ഓക്കെ ആയിട്ട് തോന്നെങ്കിലും പിന്നെ ആ നോട്ട്സ് വായിച്ചാലേ നമുക്കത് നമ്മളെ മൈൻഡിൽ അത് തറോ ആവുക. നമുക്ക് എന്താണ് നമ്മൾ ഒരുപാട് നമ്മൾ ഇത്ര ക്ലാസ് കേട്ടാലും നമ്മൾ അതിനെ കുറിച്ചിട്ട് എത്ര സമ്മറൈസ് ചെയ്താലും ചില കാര്യമാണ്. അപ്പോൾ
എത്ര ഇതാക്കിയാലും നമ്മള് വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും അന്ന് വൈകുന്നേരം തന്നെ അല്ലെങ്കിൽ ക്ലാസ് അത് വായിച്ചിട്ട് അതിൽ എന്തെങ്കിലും മീനിങ് മനസ്സിലാവാണ്ടിരിക്കാം, എന്തെങ്കിലും ടേം മനസ്സിലാവാണ്ടിരിക്കാം, ആ കോൺസെപ്റ്റേ മനസ്സിലായെങ്കിൽ ചോദിക്കാം. ഓക്കെ, സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എഡ്യൂക്കേഷണൽ സൈക്കോളജിന്റെ നേച്ചറിന്റെ 12 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവുണ്ടോ? അതായത് വായിക്കുക എന്നുള്ളത് ആണ്. ക്ലാസ് കേട്ടു, ക്ലാസ്സിൽ അതല്ല, നമ്മൾ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ അത് നമ്മുടെ മൈൻഡിൽ അത്രയും തറവായിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ എപ്പോഴും വായിക്കണം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് 12 പോയിന്റ്സും പറഞ്ഞു. എഡ്യൂക്കേഷണൽ സൈക്കോളജിന്റെ നേച്ചർ പോയിന്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. എല്ലാവർക്കും ക്ലിയർ ആയിക്കണു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തവരും റെക്കോർഡ് സെഷൻ സമ്മറൈസ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അത് നിങ്ങളുടെ എന്താണ് ക്ലാസ്സിലെ ടാസ്ക് അല്ലേനോ? ആരും പറയാത്തതാണോ അത്? ഈ ക്ലാസ് കേട്ടവരാരെങ്കിലും ഈ 12 പോയിന്റ്സ് പിന്നെ അറ്റൻഡ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പറയാനായിട്ടുള്ള ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. രണ്ടാഴ്ചയായിട്ട് ഒരു ക്ലാസ്സിലും കയറിയിട്ടുണ്ടായില്ല. തുടങ്ങണേ ഉള്ളൂ. കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല, റെക്കോർഡ് സെഷൻസ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇല്ല മിസ്സേ, ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ. രണ്ടാഴ്ചയായിട്ട് ഒന്നും നോക്കിയിട്ടില്ല. നിങ്ങള് കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഇവിടെ കേൾക്കാൻ വേണ്ടി ഒന്ന് ഇടക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഒരു 12 ഓക്കെ ആണ് എഡ്യൂക്കേഷന്റെ നേച്ചറിൽ 12 പോയിന്റ്സ് പറഞ്ഞത്. അത് പറഞ്ഞു കൊടുക്ക എല്ലാരും ഫസ്റ്റ് ചെയ്യുന്നതിനോ പറയാൻ അറിയും. സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടല്ലേ പോയത്. ഉണ്ടോ ഒരു ടോപ്പിക് ഒക്കെ നമുക്ക് പോവാൻ പറ്റും. അതുകൊണ്ട് പറയാൻ അതായത് അടുത്ത ടോപ്പിക് എടുക്കാവോ അതോ ഒന്നുകൂടി പറയണം എന്ന് ആവശ്യം ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. മീൻസ് കഴിഞ്ഞ കേൾക്കാത്തവരുണ്ടോ, ഒന്നുകൂടി പോകണോന്ന്. വേണ്ട മിസ്സേ, കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തൊരു റെക്കോർഡ് കേട്ടോളൂ. നമുക്ക് പുതിയ ക്ലാസ് എടുക്കാം. ഇതെല്ലാവർക്കും ഒരുവിധം പോയിന്റ് ആയിട്ടുണ്ടാകുന്നു.
മുന്നേ ഒരു 6 വായിച്ചിട്ട് എല്ലാവർക്കും അതുകൊണ്ടാണ് ഇരിക്കുന്നത്. മനസ്സിലാവായിട്ടാണോ? മിസ് പറയുന്നത് ഒന്നും കേട്ടൂടാ. കാക്കയുടെ കരച്ചിൽ മാത്രമേ ഉള്ളൂ, സൗണ്ട് ഒന്നും മിസ്സിന്റെ കേൾക്കണില്ല. ഞാനേ ഹലോ യെസ് മിസ്. ഇപ്പൊ ഓക്കെ ആണോ എന്ന് പറയുമോ? ആ, നേരത്തേലും കേക്കാം. അതായത് നിങ്ങൾക്ക് ഇനി ആ ഒരു എന്താണ് നേച്ചറിനെ കുറിച്ചിട്ടുള്ള ആ ഒരു 12 പോയിന്റ്സിന്റെ ഒരു എക്സ്പ്ലനേഷനോ പോയിന്റ്സോ ഇനി റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളവരുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ വീഡിയോ ഓൺ ആക്കണം എന്നുണ്ടോ? വേണ്ട മിസ്, വീഡിയോ ഓൺ ആക്കണോണ്ടായിരിക്കും റേഞ്ച് ഇഷ്യൂ വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്ക് പോവാല്ലേ? ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു, നോട്ട്സ് കണ്ടായിരുന്നു ഗ്രൂപ്പില്. ആ, കണ്ടു. അപ്പൊ ഇനി അടുത്ത സ്കോപ്പാണ് നമുക്ക്. അത് ജസ്റ്റ് 12 പോയിന്റ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യണോ? ജസ്റ്റ് പോയിന്റ്സ് മാത്രമായിട്ട് പറഞ്ഞു തരണോ? അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജിന്റെ നേച്ചറാണ് എടുത്തത്. അതില് ഫസ്റ്റ് പോയിന്റ് അതിൽ നമ്മൾ പറഞ്ഞത് ടു നോ ദ ലേണർ എന്നാണ്. അതായത് ലേണർ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർ, അതായത് നമ്മൾ എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ എത്തുന്ന സ്റ്റുഡൻറ്, ലേണർ, അവരാണ് എന്ത് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ. ടു നോ ദ ലേണർ, അതായത് ലേണറിനെ കുറിച്ചിട്ട്, സ്റ്റുഡൻറ്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. അടുത്ത പോയിന്റ് പറഞ്ഞത് ടു ഓർഗനൈസ് ദ ലേണിംഗ് എക്സ്പീരിയൻസ്, അവർക്ക് എന്ത് ഒരു ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. പിന്നെ അടുത്തത് പറഞ്ഞിട്ടുള്ളത് ടു റെക്കമെൻഡ് ദ ആർട്ട് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് പ്രോസസ്സ്, അതായത് എന്താണ് ഈ ടീച്ചിങ് ലേണിംഗ് എന്നുള്ളത് ഒരു ആർട്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു ടീച്ചിങ് പ്രോസസ്സിൽ ടീച്ചേഴ്സിന് എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാന്നുള്ളതും സ്റ്റുഡൻസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടും ഉള്ള റെക്കമെൻഡേഷൻ ടീച്ചേഴ്സ് സ്റ്റുഡൻറ്റിനും സ്റ്റുഡൻസ് ടീച്ചേഴ്സിനും കൊടുക്കാം. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞത് ടു പ്രിപ്പയർ ലേണിംഗ് എൻവിറോൺമെന്റ് സിറ്റുവേഷൻ, അതായത് എങ്ങനത്തെ സിറ്റുവേഷൻ ആയിരിക്കണം, ഒരു ബെറ്റർ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലായിരിക്കണം നമ്മൾ ആ ഒരു എന്താണ് എഡ്യൂക്കേഷണൽ സെറ്റിങ്സിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ആ ഒരു വരുന്ന സ്റ്റുഡൻസിന് അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കണം അവരുടെ ലേണിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട്. പിന്നെ പറഞ്ഞത് ടു നോ ദ ടീച്ചർ തന്നെ എന്ത് ചെയ്യണം, അവരുടെ ഓൺ ബിഹേവിയേഴ്സും അവരുടെ കോൺഫ്ലിക്റ്റും അവരുടെ ആൻസൈറ്റി അതേപോലെ അവരുടെ റോള് മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം. കാരണം നമ്മൾ പറഞ്ഞു ടീച്ചറാണ് അവിടെ ബാക്ക് ബോൺ എന്നുള്ളത്. അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, സ്റ്റുഡൻസിനെ എഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് അവരെ കുറിച്ചിട്ടുള്ള ഒരു അറിവ്, ടു നോ ഹിംസെൽഫ്, അവരുടെ സെൽഫിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ടു സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ എന്നാണ്. അതായത് എന്താണ് നമ്മൾ പറഞ്ഞു, ഒരു ഹ്യൂമൻ ബിഹേവിയറിനെയാണ് നമ്മൾ പഠിച്ചിട്ട് അവിടെ മോഡിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹ്യൂമൻ ബിഹേവിയർ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാനും നമുക്ക് പറ്റണം.
പിന്നെ പറഞ്ഞത് ടു സ്റ്റഡി ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്, അതായത് ഒരുപാട് എന്തുണ്ട് സ്റ്റേജസ് ഉണ്ട് ഒരു കുട്ടി ഗ്രോ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത്, ഓരോ സ്റ്റേജിലും എന്തൊക്കെ ഡെവലപ്മെന്റ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പറഞ്ഞു ടു നോ ദ മെക്കാനിസം ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവിറോൺമെന്റ്, അതായത് ഒരു കുട്ടി ഓരോ കുട്ടിയുടെയും ഹെറിഡിറ്റിയും അവർ വളർന്നു വരുന്ന എൻവിറോൺമെന്റും ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ എന്താണ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും അവർ വളർന്നു വരുന്ന എൻവിറോൺമെന്റും ആ കുട്ടീനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്താണ് ഒരു അറിവുണ്ടായിരിക്കണം. പിന്നെ പറഞ്ഞത് ടു അസസ് ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി, അതായത് നമ്മൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവരെ പഠിപ്പിക്കുന്നുണ്ട്, അത് അവരിൽ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നുണ്ടോ, ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളവിടെ അസസ് ചെയ്യണം, അതായത് മെഷർ ചെയ്യണം. ഒരു എന്താണ് ഔട്ട്പുട്ടിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ലേ, നല്ല ഗുഡ് ഇമ്പാക്റ്റ് ഉണ്ടായിക്കണോ എന്നുള്ളത്, അതാണ് അവിടെ പറയുന്നത്. പിന്നെ ടു സ്റ്റഡി ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അതായത് നമ്മൾ പറഞ്ഞു ഓരോ ഇൻഡിവിജ്വലും മറ്റു ഇൻഡിവിജ്വലിന് ഡിഫറെൻ്റ് ആണ്, അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു അറിവുണ്ടായിരിക്കണം. പിന്നെ പറഞ്ഞു ടു സ്റ്റഡി ഇന്റലിജൻസ് ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്, നമ്മൾ പറഞ്ഞു ഓരോ സ്റ്റുഡൻറ്റും ഒരു ഡിഫറെൻറ്റ് ഇൻ്റലിജൻസും ഡിഫറെൻറ്റ് സ്കില്ലും അതൊക്കെ ഓരോ ഏരിയയിലും എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കണം, ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ കുട്ടികൾ കാണിക്കുന്നതും. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു അവയർനെസ്, അതിനെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ടു റെൻഡർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് അല്ലേ. അത് പറയുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ട കുട്ടികൾ ഉണ്ടാവും, എന്താണ് സ്പെഷ്യൽ കൺസിഡറേഷൻ, എന്താണ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. അതേപോലെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തു എന്താണ് എന്തെങ്കിലും രീതിക്കുള്ള സെക്ഷൽ അസോൾട്ട് ഒക്കെ ഉണ്ടായിട്ടുള്ള കുട്ടികൾ, അവർക്ക് ഉണ്ടെങ്കിൽ അവരുടെ ബിഹേവിയറിനെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഏതെങ്കിലും രീതിക്കുള്ള സപ്പോർട്ട് വേണോ, കൗൺസിലിംഗ് വേണോ, ഗൈഡൻസ് വേണോ എന്നതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് വേണം നമ്മളവിടെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും കൗൺസിലിങ്ങും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാവർക്കും ഓക്കെ ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ആണോ? അപ്പൊ ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സ്കോപ്പാണ്. ഞാനില്ലേ ഈ ക്ലാസ്സിൽ സ്കോപ്പ്, ലിമിറ്റേഷൻ, അതേപോലെ അതിൻ്റെ റെലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ആണ് ഈ ക്ലാസ്സിൽ എടുക്കാൻ കരുതുന്നത്. എനിക്ക് കുറേ ആവുകയാണെങ്കിൽ ഒരു ഓവർലോഡ് തോന്നുകയാണെങ്കിൽ ഒന്ന് പറയണം. പിന്നെ അതേപോലെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒരു ബിഹേവിയറിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക, അതിനെങ്ങനെയൊക്കെയാണ് മെഷർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇത് നമ്മൾ ഇത്രയും ഈ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്ന സാധനങ്ങൾ തന്നെ പോയിന്റ് ചെയ്ത് പറയുന്ന ഇതാണ് ഈ സ്കോപ്പും ലിമിറ്റേഷനും റെലവൻസും. അതായത് നമുക്ക് ഇത്രയും ക്ലാസ്സിൽ കിട്ടിയ ഒരു അറിവ് വെച്ച് എഴുതാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കതൊരു ഓവർലോഡായി തോന്നുകയാണെങ്കിൽ എന്നോടൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് പോവാം. സ്കോപ്പാണ് ആദ്യം പറയുന്നത്. സ്കോപ്പ് അത് ആരെങ്കിലും ഒന്ന് വായിക്കുമോ? നമുക്ക് വായിച്ചു പോവാം. അതാകുമ്പോൾ നിങ്ങൾക്കും ആ ഒരു വായിച്ച ഒരു അറിവുണ്ടാവും. ആരെങ്കിലും ഒരാൾ വായിച്ചോ? ഞാൻ വായിക്കാം മിസ്റ്റർ. ഹലോ. Scope. In the contemporary education, the scope of educational psychology is very wide and is developing day by day. Let's see the main areas of educational psychology. First, the learner. Second, the learning experience. Third, the learning process. Fourth, the teacher. Fifth, the learning environment. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഈ നേച്ചറിൽ തന്നെ ഈ ഒരു 5 പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇല്ലേ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സ്കോപ്പ് നോക്കുമ്പോൾ ഏതൊക്കെ മേഖലയിലാണ് ഇതിൻ്റെ ഇത് ആവശ്യമായിട്ടുള്ളത്, എവിടെയൊക്കെയാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഈ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറേ റിസർച്ചുകളും കുറേ ന്യൂ ഐഡിയാസും മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ഡേ ബൈ ഡേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ
നമ്മൾ മെയിൻ ആയിട്ട് ഇതിനെ കൊണ്ടുള്ളൊരു യൂസ്, അതായത് ഇത് ഏതൊക്കെ മേഖലയിലാണ് നമുക്കൊരു ഹെൽപ്ഫുൾ ആവുന്നത്, ആർക്കൊക്കെയാണ് ഹെൽപ്ഫുൾ ആവുന്നത്? ലേണറിന് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? നമ്മൾ കഴിഞ്ഞ ആ ഒരു നേച്ചറിൽ തന്നെ പറഞ്ഞത് ലേണറിന് ഇത് ഹെൽപ്ഫുൾ ആവുന്നത് എങ്ങനെയാണ്? ഐഡിയ ഉണ്ടോ? ഇങ്ങനെയായിരിക്കും ലേണറിനെ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളിപ്പോ എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിച്ചു. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൂടെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. അത് ഒരു ലേണർക്ക്, ഒരു സ്റ്റുഡൻറ്റിനെ എങ്ങനെയായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക? നിങ്ങൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ട്രെയിൻഡ് ആയാൽ അത് ആ ഒരു ലേണറിനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ്റിനെ, നിങ്ങൾ മുന്നിലെത്തുന്ന ഒരു കുട്ടീനെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും? ഒരു ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇങ്ങനെ ആയിരിക്കും. നിങ്ങളിപ്പോ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്തിനാ പഠിക്കുന്നത്? നിങ്ങളെ മുന്നിൽ വരുന്ന ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റും. ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകളൊക്കെ. അതെ, അതന്നെയാണ് കറക്റ്റാണ് പറഞ്ഞത്. അതായത് നമുക്ക് എന്താണ്, നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്തിനാ പഠിക്കുന്നത്? ആസ് എ ടീച്ചർ നമുക്ക് എന്ത് വേണം? ഒരു ലേണറിനെ മനസ്സിലാക്കണം. അവരുടെ പൊട്ടൻഷ്യാലിറ്റീസ് എവിടേക്കാണ്, അവരുടെ എബിലിറ്റീസ് എവിടേക്കാണ്, അവരെവിടെ വീക്ക് ആവണം, അവിടെ സ്ട്രെങ്തൻ ആവേണ്ടത്, അവരുടെ സ്കില്ല് എവിടേക്കാണ്, അവരുടെ എന്താണ് സോഷ്യൽ ആയിട്ടുള്ളതും ഇമോഷണൽ ആയിട്ടുള്ളതും ഫിസിക്കൽ ആയിട്ടുള്ളതും അങ്ങനത്തെ നീഡ്സ് എന്തൊക്കെയാണ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, എവിടെയാണ് അവർക്കൊരു സപ്പോർട്ട് വേണ്ടത്, എവിടെയാണ് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്, അതേപോലെ അവരുടെ ബിഹേവിയർ എങ്ങനെയൊക്കെയാണ്, അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവർക്ക് എന്തെങ്കിലും മെൻ്റൽ ഹെൽത്തിൽ മെൻ്റലി എന്തെങ്കിലും ഡിഫിക്കൽറ്റി തോന്നുന്നുണ്ടോ, എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടോ, അങ്ങനെ ആ കുട്ടിയുടെ എന്താണ് എല്ലാ തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റും ആറ്റിറ്റ്യൂഡും കപ്പാസിറ്റീസും എബിലിറ്റീസും സ്കില്ലും ഒക്കെ എന്താവും നമുക്ക് അവിടെ കൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റൂലേ? അതിന് തന്നെയല്ലേ നമ്മൾ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി യൂസ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞത് അടുത്ത പോയിന്റ് ഏതാ പറഞ്ഞത്? ദ ലേണിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ആവണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ലേണിംഗ് എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ നമ്മൾ. ടു ഓർഗനൈസ് ദ ലേണിംഗ് എക്സ്പീരിയൻസ് നമ്മൾ നേച്ചറിൽ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ലേണിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ആവണം എന്നാണ് അവിടെ പറയുന്നത്. ആയിരിക്കലും പറയാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ലേണിംഗ് എക്സ്പീരിയൻസ്, അതായത് ഒരു കുട്ടി സ്കൂളിൽ പോവാണ്, അവിടെ എന്താണ് എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാണ്, അവിടുന്ന് ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യണം, അപ്പൊ അവർക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെ ആവണം നമ്മൾ പറഞ്ഞത്? suitable or desirable learning experience. അതെ, അവർക്ക് ആ ഒരു ലെവലിന് സൂട്ടബിൾ ആയിട്ടുള്ള, അവർക്ക് എന്താണ് അവർ ആഗ്രഹിച്ച രീതിക്കുള്ള, അവർക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള എന്താണ്, അതേപോലെ അവർക്ക് ഒരു ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന, അതായത് ആ ഒരു കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. ഞാൻ അങ്ങനെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, എനിക്ക് അവിടെ പോകുമ്പോൾ ഒരു എന്താണ് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് അവിടെ നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ടീച്ചേഴ്സുമായിട്ടുള്ള ഒരു നല്ല റിലേഷൻ, അങ്ങനെ ഒരു ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ ഒരു ലേണിംഗ് എക്സ്പീരിയൻസിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് അടുത്തത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞല്ലോ. അതായത് ടീച്ചേഴ്സിനും എന്താണ് ഒരു റോളുണ്ട്, സ്റ്റുഡൻസിനും ഒരു റോളുണ്ട്. എങ്ങനെയായിരിക്കണം അവര് എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിപ്പിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ളത്. വെരി ഗുഡ്. അതന്നെ, എങ്ങനെയൊക്കെ ഹൗ ടു ടീച്ച്, ഹൗ ടു ലേൺ എന്നാണ്. അതായത് എങ്ങനെ പഠിപ്പിക്കാം, എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്കൊരു ഐഡിയാസ് ഉണ്ടാവും അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് വലിയ സംഭവങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അതിനെ ഷോർട്ട് ആക്കിയിട്ട് അതിന്റെ ഫസ്റ്റ് വേർഡ്സ് മാത്രം എടുത്ത് ഒരു ചെറിയൊരു വേർഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ പഠിക്കും. അതേപോലെ നമ്മൾ ഫോർഗെറ്റിംഗ് പറഞ്ഞു അതിൽ അല്ലേ? അതായത് നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ മറന്നു പോകാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മറവി ഇല്ലാണ്ടാക്കാനുള്ള കുറേ മെത്തേഡ്സും കാര്യങ്ങളും മറ്റേ മെറ്റീരിയൽസ് യൂസ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ഈ ലേണിംഗ് പ്രോസസ്സിലൂടെ പഠിക്കാം.
ഇപ്പൊ നമ്മള് പലരും ഈ ജോമെട്രിക് ബോക്സും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പഠിച്ചതൊക്കെ അങ്ങനെ തന്നെയല്ലേ. അതേപോലെ നമുക്ക് ലേണിംഗ് പ്രോസസ്സും അതേപോലെ സാറ്റിസ്ഫൈഡ് ആവണം. പിന്നെ പറഞ്ഞിട്ടുള്ളത് ദ ടീച്ചർ എന്നാണ്. ടീച്ചർ എങ്ങനെയായിരിക്കും? ടീച്ചർക്ക് ഈ ലേണിംഗ്, അതായത് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി ലേൺ ചെയ്യുന്നതിലൂടെ എന്താണ് ഉണ്ടാവുന്നത്? അവരുടെ സ്കോപ്പ് എന്തായിരിക്കും? ടീച്ചറാണ് ബാക്ക് ബോൺ. അതെ. അതായത് ടീച്ചറിനെ ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അവരുടെ ബിഹേവിയർ മനസ്സിലാക്കാനും അതിലൂടെ മറ്റു സ്റ്റുഡൻസിന്റെ ബിഹേവിയർ മനസ്സിലാക്കാനും അവരുടെ ഓൺ സെൽഫ്, അതായത് ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ആൻസൈറ്റി, എന്തെങ്കിലും ബുദ്ധിമുട്ട്, വേറെ എന്തെങ്കിലും ഫിസിക്കലിയോ അതായത് പേഴ്സണലിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും സ്റ്റുഡൻസിനെ അഫക്ട് ചെയ്യാണ്ട് ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൂടെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അല്ലേ. അങ്ങനത്തെ കാര്യങ്ങളാണ് ടീച്ചറിനെ റിലേറ്റഡ് ആയിട്ട് പറയുന്നത്. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ഇത് ലേണിംഗ് എൻവിറോൺമെന്റ്. ലേണിംഗ് എൻവിറോൺമെന്റ് എങ്ങനെയായിരിക്കണം? നമ്മൾ പറഞ്ഞു ലേണിംഗ് എൻവിറോൺമെന്റിനെ കുറിച്ചിട്ട് നമ്മൾ ബെറ്റർ അറ്റ്മോസ്ഫിയർ. അതെ അതന്നെയാണ്. അതായത് അവർക്ക് എന്തായിരിക്കണം? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വിത്ത് ടീച്ചർ ഒക്കെ ഉണ്ടാവണം. അവിടുത്തെ സ്റ്റുഡൻറ്റ് മറ്റു ഫ്രണ്ട്സായിട്ടും സ്റ്റുഡൻ്റായിട്ടും ടീച്ചേഴ്സായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പും ഒരു ബെറ്റർ അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനത്തെ ഒരു തോന്നൽ അവർക്ക് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ സ്കോപ്പിൽ നമ്മൾ 5 പോയിന്റാണ് പറഞ്ഞിട്ടുള്ളത്. വെറും 5 പോയിന്റ്, അതും നമ്മൾ നേച്ചറായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഈ 5 പോയിന്റിനെ നമുക്ക് ഒന്നും കൂടി എലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അതായത് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ദ ലേണർ, സെക്കൻഡ് പോയിന്റ് ദ ലേണിംഗ് എക്സ്പീരിയൻസ്, തേർഡ് പോയിന്റ് ദ ലേണിംഗ് പ്രോസസ്, ഫോർത്ത് പോയിന്റ് ദ ടീച്ചർ ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് ദ ലേണിംഗ് എൻവിറോൺമെന്റ്. അതിൽ നമുക്ക് ഈ ലേണറിനെയും ടീച്ചറിനെയും ഒരുമിച്ച് പറയാം. ഫസ്റ്റ് നമുക്ക് തന്നെ പറയാം ദ ലേണർ, പിന്നെ ദ ടീച്ചർ, പിന്നെ ബാക്കി 3 പറയാം. ദ ലേണിംഗ് എക്സ്പീരിയൻസ്, ദ ലേണിംഗ് പ്രോസസ്, ദ ലേണിംഗ് എൻവിറോൺമെന്റ്. അങ്ങനെ 5 എണ്ണം. ഇത് 5ഉം പറയാൻ കോൺഫിഡന്റ് ആണോ? കിട്ടൂലേ? എല്ലാവർക്കും മനസ്സിലായിക്കണോ? ഒന്നിങ്ങനെ പറഞ്ഞു നോക്കാം. ആർക്കും പറയാം, എത്ര ആൾക്കും വേണമെങ്കിലും പറയാം സ്കോപ്പിന്റെ വരുന്ന 5 പോയിന്റ്സ്. 5 പോയിന്റ് മാത്രം പറഞ്ഞാൽ മതിയോ? പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി. The learner, the teacher, the learning experience, the learning environment and the learning process. വെരി ഗുഡ്. അടുത്ത ഇനി ആർക്കെങ്കിലും പറയണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇവിടെ എല്ലാരും ഓണല്ലേ? ഇതിൽ ആക്റ്റീവ് experience, the learning process, the learning environment. ഒന്നും കൂടി പറയണം എന്നാണ് പറയുന്നത് ദേവിക. ഇനി ആർക്കെങ്കിലും പറയണം ഉണ്ടോ പോയിന്റ്സ്? ആണോ? എൻ്റെ നെറ്റ് കട്ടായി പോയത് നിൻ്റെതാണോ? അതായത് നമ്മളിപ്പോ സ്കോപ്പിൽ 5 പോയിന്റ്സാ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ ദ ലേണർ പറഞ്ഞാൽ ആരാണ്? നമ്മുടെ മുന്നിൽ വരുന്ന സ്റ്റുഡൻറ്. അവരെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഓക്കെ ആക്കുക? ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മൾ പഠിക്കുന്നതിലൂടെ ഈ സ്റ്റുഡൻറ്റിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? അവരുടെ പൊട്ടൻഷ്യാലിറ്റീസും കാപ്പബിലിറ്റീസും അവരുടെ ഇൻട്രസ്റ്റും ആറ്റിറ്റ്യൂഡും, അങ്ങനെ ആ സ്റ്റുഡൻറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ എല്ലാ സ്കില്ലും അവരുടെ ഡെവലപ്മെൻറ്റ്സും അവരുടെ റിലേഷൻഷിപ്പ്, അവരുടെ സോഷ്യലി ഉള്ള ഇമോഷണലി ഇല്ല അങ്ങനത്തെ റിലേഷൻഷിപ്പ്, അതേപോലെ അവരുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുക. അവരുടെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെയാണ് നോക്കുക, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നോക്കുക, അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ് നോക്കുക. അതാണ് നമ്മൾ
ഇതിൽ പറഞ്ഞത് ദ ലേണറിൽ പറഞ്ഞത്. പിന്നെ ദ ലേണിംഗ് എക്സ്പീരിയൻസ്, അവരുടെ ലേണിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാവണമെന്ന് പറഞ്ഞ നമ്മള്, അതായത് അവര് ആഗ്രഹിച്ച പോലെ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരുന്ന രീതിക്കുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കണം അവർക്ക് ആ ഒരു എഡ്യൂക്കേഷണൽ സെറ്റിങ്സ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ആക്കിയെടുക്കണം നമ്മൾ. അപ്പോൾ എന്താണ്, എന്നാലേ ഉള്ളൂ ആ കുട്ടികൾക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അവർക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ് അവർക്ക് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുക അല്ലേ. അതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞത് ലേണിംഗ് പ്രോസസ്സാണ്. അവിടെ നമ്മൾ എന്താ പറഞ്ഞത്, എന്താണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാലോ ഇങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള കാര്യം. ഇപ്പൊ എനിക്ക് എന്നോട് പറയാം ഇങ്ങനെ പഠിപ്പിക്കണം, എനിക്ക് നിങ്ങളോട് എനിക്ക് പറയാം ഞാൻ എന്താണ് ഇങ്ങനെ പഠിപ്പിക്കും, അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കണം, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യാലോ, എന്താണ് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്. അതേപോലെ ഫോർഗെറ്റിങ്ങിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർഗെറ്റിങ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ടിപ്സ് കാര്യങ്ങൾ മെത്തേഡ്സ് യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ വരുന്നത് ലേണിംഗ് പ്രോസസ്സിൽ. പിന്നെ പറഞ്ഞത് ടീച്ചർ എന്ത് ചെയ്യണം, ടീച്ചർ ആദ്യം ടീച്ചറിനെ കുറിച്ച് മനസ്സിലാക്കണം, അവരുടെ ബിഹേവിയറിനെ കുറിച്ച് മനസ്സിലാക്കണം, അവരുടെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ടീച്ചേഴ്സിനുണ്ടോ, അത് മറ്റു സ്റ്റുഡൻസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നതിനെ കുറിച്ചിട്ടൊക്കെ, സ്വന്തം പേഴ്സണാലിറ്റി ഒക്കെ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുക. അവർക്ക് എന്താണ് അവരിനെ കുറിച്ചിട്ടുള്ള ഒരു നോളേജ് എന്ത് ചെയ്യും, ഒരു ബെറ്റർ ടീച്ചിങ്ങിലേക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ പറഞ്ഞത് ലേണിംഗ് എൻവിറോൺമെന്റ് എങ്ങനെ ആക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ലേണിംഗ് എൻവിറോൺമെന്റ് നമ്മൾ ഇന്ന നേച്ചറിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേണിംഗ് എൻവിറോൺമെന്റ് എപ്പോഴും എന്തായിരിക്കണം, ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിലായിരിക്കണം. ആ കുട്ടിക്ക് ഒരു ബെറ്റർ അറ്റ്മോസ്ഫിയർ നമ്മൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവണം. ആ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിൽ അങ്ങനെ നല്ലൊരു റിലേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടാവണം. ഇത്രയൊക്കെയാണ് നമ്മളതിൽ പറഞ്ഞത്. ഓക്കെ ആണോ ദേവികക്ക്? ഓക്കെ. പിന്നെ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസ് അത് ഓരോ പോയിന്റ്സ് ആയിട്ട് വായിക്കുമോ? ഓരോ പോയിന്റ്സ് ഓരോരുത്തർ വായിക്കേ, അല്ലെങ്കിൽ ഒരുമിച്ച് വായിക്കേ? ആരെങ്കിലും വായിച്ചോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. Limitations. Due to the limitations of psychology and education, some limitations also arise in the field of educational psychology. The major limitations are: first one, limitations due to nature of educational psychology, not that pure science or physics or chemistry. ഓക്കെ. Full അപ്പൊ നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്ത് പോയാൽ മതിയോ, അതോ ഫുള്ള് വായിച്ചിട്ട് പറയണോ? നിങ്ങൾ പറയുന്ന പോലെ ഓരോന്ന് പറഞ്ഞിട്ട് പോവാ അല്ലേ? ഓക്കെ. അപ്പോൾ ലിമിറ്റേഷനിൽ പറഞ്ഞത്, അതായത് നമ്മൾക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഒരുപാട് ലിമിറ്റേഷൻസ്, പരിമിതികളുണ്ട്. കാരണം എന്താണ്, സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പക്കാ ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം ഓരോ ഹ്യൂമൻ ബിഹേവിയറും ഡിഫറെൻ്റ് ആണ്. അതേപോലെ നമുക്ക് ഇതൊരു ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്, ലിമിറ്റേഷൻ ഡ്യൂ ടു നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജിന്റെ നേച്ചർ, അതിന്റെ ഒരു സ്വഭാവം, അതിന്റെ ഒരു പ്രകൃതം വെച്ചിട്ട് വരുന്ന ഒരു ലിമിറ്റേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അതോടെ പറഞ്ഞു ഇതൊരു പ്യുവർ സയൻസ് അല്ല എന്ന് പറയുമ്പോൾ നമുക്ക് പക്ക ഇപ്പോൾ ഒരാളുടെ ബിഹേവിയറിന് ഒരു കെമിക്കൽ റിയാക്ഷൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ വെച്ചിട്ടോ നമുക്ക് അവിടെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? സൈക്കോളജിയിൽ ഒരു സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസ് വരികയാണ്, നമുക്ക് ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടത്തിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം സൈക്കോളജിയിൽ നമ്മൾ എന്താ നോക്കണേ, ഹ്യൂമൻസിന്റെ ബിഹേവിയർ ആണ്. ഈ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഓരോ സമയത്ത് ഓരോ ബിഹേവിയർ ആയിരിക്കും, ഓരോ സമയത്ത് ഓരോ തോട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ പക്കാ അതിന്റെ ഒരു നേച്ചർ നോക്കിയിട്ട് ഒരു സൊല്യൂഷൻക്കും കാര്യങ്ങൾക്കും എത്താൻ പറ്റൂല. അതുകൊണ്ടാണ് പറയുന്നത് സൈക്കോളജി ഒരു പ്യുവർ സയൻസ് അല്ല. ഇതേപോലെ ഫിസിക്സ് കെമിസ്ട്രി പോലെ ഒരു പ്യുവർ സയൻസ് അല്ല.
ഓക്കെ ഓക്കെ ആണോ പോയിന്റ്? ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഒരാൾ വായിച്ചോ. Limitation due to individual difference. The problem of individual difference in psychology is a topic of serious discussion. ഓക്കെ, എന്തുകൊണ്ടുള്ള ലിമിറ്റേഷനാ പറഞ്ഞത്? ഇൻഡിവിജ്വൽ ഡിഫറൻസും എന്താണ് ഇവിടെ ഒരു പരിമിതിയായിട്ട് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന, ഇപ്പോഴും ഒരുപാട് റിസർച്ചും ഡിസ്കഷൻസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. കാരണം ഇപ്പോൾ എന്താണ്, ഞാൻ ബിഹേവ് ചെയ്യുന്ന പോലെ, ഞാൻ തിങ്ക് ചെയ്യുന്ന പോലെ, ഞാനൊരു സിറ്റുവേഷനെ എടുക്കുന്ന പോലെ എല്ലാവർക്കും വേറൊരാൾ എടുക്കാം. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ സെറ്റിങ്ങിൽ തന്നെ എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു എൻവിറോൺമെൻറ്റും ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പും ഒരു പാരൻറ്റിൻ്റെ സപ്പോർട്ടും പാരൻറ്റിങ്ങും ഒരേപോലെ ആയിരിക്കണം എന്നില്ല എൻ്റെ കൂടെ പഠിക്കുന്നവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് കാരണം നമുക്ക് എന്തുണ്ടാവും, ഒരുപാട് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആ കുട്ടിയുടെയിലും അറൈസ് ചെയ്ത് വരും. ആ ഒരു പാരൻറ്റിങ്ങും ആ ഒരു സറൗണ്ടിങ്ങും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഒരു പേഴ്സണാലിറ്റിയും ക്യാരക്ടറും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതും എന്താണ്, ഒരു ലിമിറ്റേഷൻ ആണ്. എല്ലാവരെയും നമുക്ക് ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. എല്ലാവരും അവരുടേതായിട്ടുള്ള ഡിഫറൻസസ് അവരുടെ ക്യാരക്ടറിൽ കാണിച്ചുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ഓരോ സ്റ്റുഡൻസിനെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓരോ രീതിയിൽ എന്താണ് ഡീൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ LD ഉള്ള കുട്ടികൾ, ID ഉള്ള കുട്ടികൾ, ADHD ഉള്ള കുട്ടികൾ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ, അതേപോലെ എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് ഉള്ള കുട്ടികൾ, നമ്മൾ പറഞ്ഞ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ട്. അവരിലൊക്കെ എന്താവും, ഓരോ ഡിഫറൻസ് ഉണ്ടാവും. അത് സൈക്കോളജിക്കലി ഉള്ള ഡിഫറൻസ് ഉണ്ടാവും, ഫിസിക്കലി ഉള്ള ഡിഫറൻസ് ഉണ്ടാവും, അതേപോലെ മെൻ്റൽ ഡിസ്റ്റർബൻസ് കൊണ്ടുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ അവർ വളർന്നു വന്ന സിറ്റുവേഷൻ, ഒരു കാര്യങ്ങൾ പഠിച്ചെടുത്ത് അതൊക്കെ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ എന്ത് ചെയ്യും, അവരുടെ ക്യാരക്ടറിൽ കാണിക്കും, അവർ ഓരോ സെറ്റിങ്സിലും അത് കാണിക്കും. ഓക്കെ, അതാണ് എന്ത് പറഞ്ഞത്, ഇൻഡിവിജ്വൽ ഡിഫറൻസും ഇവിടെ എന്താ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ അടുത്ത പോയിന്റ് ഒരാൾ വായിക്കുമോ? Limitation due to the nature of human behavior. Human behavior varies from time. ഓക്കെ, അതായത് ലിമിറ്റേഷൻ ഡ്യൂ ടു ദ നേച്ചർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അതായത് നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബിഹേവിയർ എന്താണ്, എപ്പോഴും ടൈം ടു ടൈം മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ മുന്നേ ഒരു കാര്യത്തിനോട് റിയാക്ട് ചെയ്തിരുന്ന പോലെ, റെസ്പോണ്ട് ചെയ്തിരുന്ന പോലെ എല്ലാവർക്കും നമ്മൾ പിന്നീട് ഒരു സെയിം സിറ്റുവേഷൻ വരുമ്പോൾ മേ ബി അതിനോട് റിയാക്ട് ചെയ്യാം. കാരണം നമ്മൾ മെച്യൂർഡ് ആയിട്ടുണ്ടാവും, നമ്മൾ അതിനെക്കുറിച്ചിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ്, അത് ഗുഡ് എക്സ്പീരിയൻസ് ആവാം, മേ ബി ബാഡ് എക്സ്പീരിയൻസ് ആവാം. അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ക്യാരക്ടറിനെയും പേഴ്സണാലിറ്റിനെയും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഉള്ള നമ്മുടെ ബിഹേവിയറിനെയും ഒക്കെ എഫക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താ പറഞ്ഞത്, നമ്മുടെ പെരുമാറ്റ രീതി, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒക്കെ ഒരു നേച്ചർ, അത് നോക്കിയിട്ട് അവിടെ പരിമിതികൾ വരാം. അതായത് ഹ്യൂമൻ ബിഹേവിയർ, നമ്മുടെ സ്വഭാവം പെരുമാറ്റമൊക്കെ എന്താണ്, ഓരോ ടൈം ടു ടൈം മേ ബി എന്ത് ചെയ്യും, വാരി ചെയ്യും, മാറിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അതും എന്താണ്, ഒരു ലിമിറ്റേഷൻ ആണ്. അതായത് നമുക്ക് പക്കാ ഇന്നൊരു കാര്യം കൊടുത്തിട്ട് അയാളെ റെഡിയാക്കി എടുക്കാന്ന് പറയാൻ പറ്റൂല, ഇങ്ങനൊരു സൊല്യൂഷൻ കൊടുത്താൽ റെഡിയാവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഹ്യൂമൻസിൻ്റെ മൈൻഡും തോട്ടും ബിഹേവിയേഴ്സും ടൈം ടു ടൈം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതും ഒരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ ആണോ? Okay, nice. അപ്പോൾ ഇനി അടുത്ത പോയിന്റ് കേട്ടോ, അടുത്ത പോയിന്റ് വായിച്ചു ഒരാൾ.
Limitation due to limited scope of experiments on human being. Animals are subjected to experiments in laboratories. It may not be matched with case of human children. ഓക്കെ, ഇതൊരു നമ്മൾ ഭയങ്കര ഒരു ലിമിറ്റായിട്ട് പറയുന്ന ഒരു സാധനം തന്നെയാണ്. കാരണം നമ്മളില്ലേ സൈക്കോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ എന്താണ് എക്സ്പെരിമെന്റൽ, അവള് ആദ്യം പറഞ്ഞു ഇതെന്താണ് സൈക്കോളജി ഈസ് നോട്ട് എ പ്യുവർ സയൻസ് എന്ന് പറഞ്ഞു. മുന്നത്തെ കാലത്ത് ഞാനൊരു ഫസ്റ്റ് ക്ലാസ്സിൽ എനിക്കൊരു സംഭവം പറഞ്ഞു തന്നിരുന്നു. അതായത് ഈ ഒരു മെന്റൽ ഇഷ്യൂസ് വരുന്നത് ഒരു എവിൾ സ്പിരിറ്റ്, ഒരു പൈശാചിക ശക്തി കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഡിസ്റ്റർബൻസ് ഉള്ള ആളുടെ തലയില് സ്കള്ളില് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട്, ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ അതിനെ പുറത്ത് വിടും എന്നുള്ള രീതിക്കുള്ള ഒരു എന്താണ് സംഭവം ആൻഷ്യന്റ് കാലത്ത്, വളരെ മുന്നേ കാലത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ നിന്ന് സൈക്കോളജീനെ ഒരു സയൻസ് ആക്കി എടുത്തിട്ടുള്ളത് വില്യം വൂണ്ടാണ്. മൂപ്പരാണ് ഒരു ലബോറട്ടറി തുടങ്ങിയിട്ട് ഇതിനൊരു സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ഒരു സംഭവത്തിൽ നിന്നും ഇതിനെ സയൻസ് എന്നുള്ള ഫീൽഡ് കൊണ്ടുവന്നു. പിന്നെ അത് പറഞ്ഞത് നമ്മൾ പ്യുവർ സയൻസ് അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഓരോ ഹ്യൂമൻ ബിഹേവിയേഴ്സും ഓരോ ഹ്യൂമൻസിന്റെ ക്യാരക്ടറും പേഴ്സണാലിറ്റിയും അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസും ഒക്കെ ഡിഫറെൻ്റ് ആണ്. നമുക്കൊരു ഇക്വേഷൻസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു പക്ക ഒരു സൊല്യൂഷൻ ഇതിനുണ്ട് എന്ന് പറഞ്ഞിട്ടോ നമുക്കൊരു കേസിന് എടുക്കാൻ പറ്റൂല. അതൊക്കെ ഓരോ ഹ്യൂമൻ ടു ഹ്യൂമൻ ഡിഫറെൻ്റ് ആണ്. അതേപോലെ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് എക്സ്പെരിമെന്റ്സ് ചെയ്തു, ഒരുപാട് എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുണ്ട്. പാവ്ലോ, സ്കിന്നർ, അതേപോലെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുള്ളത് ഡോഗ്സിലും കാറ്റിലും റൈറ്റിലും അതേപോലെ ചിമ്പാൻസി, ഇതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ അനിമൽസ് നമുക്ക് എന്താണ് ഓരോ കാര്യങ്ങളും നമ്മൾ ലേൺ ചെയ്യും. അതേപോലെ അത് എന്തുകൊണ്ടാണ്, നമുക്ക് ബ്രെയിൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. പക്ഷെ അനിമൽസിന് ആ ഒരു സംഭവം അവരെങ്ങനെ പഠിച്ചെടുക്കാൻ റിപ്പീറ്റഡ് ആയിട്ട് ട്രെയിൻ ചെയ്തിട്ടാണ് പഠിക്കുന്നത് അല്ലെ. നമ്മളും അങ്ങനെ ട്രെയിൻ ചെയ്ത് പഠിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് അവിടെ യൂസ് ചെയ്യാനുള്ള എന്തുണ്ട്, ഒരു ബ്രെയിൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ഈ അനിമൽസ് റിയാക്ട് ചെയ്ത പോലെ തന്നെ ആവണം എന്നില്ലല്ലോ നമ്മളെ ആ ഒരു എക്സ്പെരിമെന്റിന് ഇരുത്തിയിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. പിന്നെ അതിനൊരു ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞുതരാം. ആൽബർട്ടിന്റെ ഒരു എക്സ്പീരിയൻസ്, ഒരു ലിറ്റിൽ ആൽബർട്ടിനെ, അതായത് ഒരു 8 മാസം പ്രായമുള്ള 8-10 മാസം പ്രായമുള്ള ഒരു കുട്ടി, അതായത് ഒരു വയസ്സിൽ താഴെയാണ് കുട്ടിയുടെ ഏജ് എന്ന് പറയുന്നത്. 8-10 മാസം എന്താണ്. അപ്പൊ ഇവര് എന്താണ്, ഇവരുടെ ലേണിംഗ് പീരീഡ് അല്ലത്, അവർ ഓരോ കാര്യങ്ങൾ നമ്മളെടുത്തുനിന്ന് കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും പഠിക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ ഈ ആൽബർട്ടിനെ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു എക്സ്പെരിമെന്റ് റൂമിലേക്ക് കിടത്തി. എന്നിട്ട് ഈ ഒരു വൈറ്റ് ഒബ്ജക്റ്റുകളിൽ മാത്രം വെച്ചു, വൈറ്റ് ഒബ്ജക്റ്റിനെ മാത്രം വെച്ചു, വൈറ്റ് കളറിലുള്ള സംഭവങ്ങൾ മാത്രം വെച്ചു. അപ്പോൾ ഈ വൈറ്റ് കളറിലുള്ള സംഭവം കാണിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്തു, ആ എക്സ്പെരിമെന്റർ എന്ത് ചെയ്തു, ആ സംഭവം കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം എന്ത് ചെയ്ത് ഒരു നല്ലൊരു ഒരു നോയ്സ് ഉണ്ടാക്കി, നല്ലൊരു സൗണ്ട് ഉണ്ടാക്കി. അതായത് നമ്മൾ പേടിച്ചു പോകുന്ന രീതിക്കുള്ള നല്ലൊരു നോയ്സും ആ ഒരു സംഭവം കൊടുക്കുന്നതിൻ്റെ ഒപ്പം ഉണ്ടാക്കി. അതായത് ഈ ഒരു എന്ത് കൊടുക്കും, വൈറ്റ് ഒബ്ജക്റ്റ് എന്തെങ്കിലും കൊടുക്കും. ആ വൈറ്റ് ഒബ്ജക്റ്റിനെ പ്രസന്റ് ചെയ്യുന്ന അതേ സമയം എന്ത് ചെയ്യും, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വോയിസ്, ഒരു പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കും. അപ്പം എന്ത് ചെയ്തു, ഈ കുട്ടിക്ക് എന്ത് ചെയ്തു, ആ വൈറ്റ് ഒബ്ജക്റ്റിനോട് ഒരു ഫിയർഫുൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിച്ചു. അതായത് വൈറ്റ് ഒബ്ജക്റ്റിനോട് എന്തായി, കുട്ടിക്ക് പേടിയായി. അപ്പൊ പിന്നെ ഈ വൈറ്റ് ഒബ്ജക്റ്റ് കാണുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ കുട്ടി പേടിക്കാൻ തുടങ്ങി. ഈ കുട്ടിയുടെ ഡെവലപ്മെന്റിൽ എത്ര ഈ കുട്ടി വലുതായിട്ടും ഈ കുട്ടിക്ക് എന്തായിരുന്നു, വൈറ്റ് എന്നുള്ള ഒരു സംഭവത്തിനോട് പേടിയായി. അപ്പൊ എന്തുണ്ടായി, അത് ആ കുട്ടിയിൽ ഭയങ്കര ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഉണ്ടാക്കിക്കണേ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഹ്യൂമൻസില് അതുകൊണ്ട് കൂടുതലായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ നിന്നില്ല. കാരണം ആ കുട്ടി പിന്നെ ആ ഒരു വലിയൊരു പേടി കൊണ്ടാണ് അവിടെ ജീവിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്ന ഒരു ക്രുവാലിറ്റി അല്ലേ. ഇപ്പൊ അനിമൽസ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഒരു എന്താണ്, വളരെ ഒരു ക്രുവാലിറ്റി ആണെങ്കിൽ പോലും ഒരു അത്രത്തോളം ഇല്ലാത്ത കുറേ എക്സ്പെരിമെന്റ്സുകൾ നമ്മൾ ഈ അനിമൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഹ്യൂമൻ ബീയിങ്സിൽ എന്താണ് ഈ ഒരു എക്സ്പെരിമെന്റ്സ് ചെയ്തതിൽ വളരെ ലിമിറ്റഡ് ആയിരുന്നു എന്നതും എന്താണ് ഇവിടെ ഒരു ലിമിറ്റേഷൻ ആണ്.
ഇല്ലേ? അതായത് ഒരു ഹ്യൂമൻ ബിഹേവിയർ, ഒരു ഹ്യൂമൻ റിയാക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കണം എന്നില്ല അവിടെ ആനിമൽസ് റിയാക്ട് ചെയ്ത്. നമ്മളെ ആനിമൽസിന്റെ റിയാക്ഷൻ വന്ന ഒരു റിസൾട്ട് വെച്ചിട്ടാണ് പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്, എന്താണ് ഹ്യൂമൻസിൽ എന്താണ് എക്സ്പെരിമെന്റ്സ് ചെയ്യാത്തതും ഒരു ലിമിറ്റേഷൻ ആണ് എന്ന് പറഞ്ഞത്. ഓക്കെ ആണോ അത്? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ മിസ്സേ. ഓക്കെ ഓക്കെ. ഇനി അടുത്ത പോയിന്റ് ഒരാൾ വായിക്കോ? ലാസ്റ്റ് പോയിന്റ്, ഫിഫ്ത്ത് പോയിന്റ്. Limitation due to the gap between theory and practice. The theories of educational psychology may not be applicable in day-to-day classroom situations. അതായത് എന്താണ്, ഒരു നമ്മൾ വായിച്ചെടുക്കുന്ന ഒരു തിയറിയും നമ്മളത് പ്രാക്ടിക്കലി ചെയ്യുമ്പോഴും ഉള്ള ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലേ? കാരണം നമ്മൾ വായിച്ചു പഠിച്ചിട്ട് നീന്താൻ പോകാൻ പറ്റൂല എന്ന് പറയില്ലേ, അതന്നെയാണ്. അതായത് നമ്മൾ വായിച്ചെടുത്ത ഒരു കഴിവല്ലായിരിക്കും നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ. ഇപ്പോൾ എന്താണ് എൻ്റെ എത്താത്ത ചെയ്യണ്ടായി, ഓള് യൂട്യൂബില് ഇത് കണ്ട് ഡ്രൈവിങ് 2 വീലർ ഡ്രൈവിങ് ക്ലാസ് കേട്ടിട്ട് വണ്ടി എടുത്ത് വന്ന് എന്താണ് അനക്കറിയാന്നൊക്കെ പറഞ്ഞിട്ട് നിന്നൊരു ആക്സിലേറ്റർ അങ്ങോട്ട് പിടിച്ചത്. ഞാൻ കുട്ടീനെ എടുത്തിട്ട് മുന്നിൽ ഞാൻ നിൽക്കണ്ടായിരുന്നു. അപ്പൊ നമ്മള് എന്താണ്, എന്നിട്ട് ഞങ്ങള് വീണു കേട്ടോ, ഞാനും കുട്ടിയും. എന്നിട്ട് എന്താണ്, അപ്പൊ അതാ പറയുന്നത്, ഈ തിയറിയും പ്രാക്ടീസും തമ്മിലുള്ള ആ ഡിഫറൻസ്, അതും എന്ത് ചെയ്യുന്നുണ്ട്, അതും ഒരു പരിമിതിയാണ്. അതായത് നമ്മൾ വായിച്ചു പഠിച്ച അതേ സാധനം ആയിരിക്കില്ല നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ. ഇപ്പോൾ എന്താണ് സൈക്കോളജിയിൽ തന്നെ കുറേ ടെസ്റ്റുകളുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം അതിൻ്റെ തിയറി വായിക്കും. തിയറി വായിച്ചിട്ട് അതിൽ കുറേ അത് സ്കോർ ചെയ്യേണ്ട രീതി ഉണ്ടാവും, ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യേണ്ട രീതി ഉണ്ടാവും. അതൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ പിന്നെ അത് നമുക്ക് എക്സാം വരുമല്ലോ, എക്സാം വരുമ്പോൾ നമ്മൾ വേറൊരു എക്സ്റ്റേണലിൻ്റെ മുന്നിൽ ഇരുന്നിട്ടാണ് ഇത് ചെയ്യാം. നമ്മൾ പുറത്തുനിന്ന് ഒരു സബ്ജക്റ്റ് ചെയ്യാനുള്ള ഒരു കുട്ടീനെ വിളിച്ചിട്ട് അവർക്ക് കൊടുത്തിട്ടാണ് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മൾ വായിച്ച് പഠിച്ച പോലെ അല്ലായിരിക്കും അവർക്ക് കിട്ടുന്ന റിസൾട്ടും കാര്യങ്ങളും എന്തായിരിക്കും, ആ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഡിഫറൻസ് വരും. അപ്പോൾ എന്താണ്, അതും വലിയൊരു ഗ്യാപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതും ഇതിൻ്റെ എന്താണ് ഒരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ, മനസ്സിലായോ? എല്ലാവർക്കും ഈ 5 പോയിന്റ്സ് മനസ്സിലായിട്ടുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യണോ, എന്താണ് അവസ്ഥ? ഇനി എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഈ സംഭവം വായിക്കണം. അതായത് നമ്മളിപ്പോ 5 കാര്യങ്ങളാ പറഞ്ഞത് ലിമിറ്റേഷനിൽ. ലിമിറ്റേഷൻ ഡ്യൂ ടു നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, അതിന്റെ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിന്റെ നേച്ചർ, അതിന്റെ ഒരു സ്വഭാവം, അത് വെച്ചിട്ടുള്ള ലിമിറ്റേഷൻ. അതെന്താണ് അത് പറഞ്ഞത്, അതൊരു പ്യുവർ സയൻസ് അല്ല, ഫിസിക്സ് കെമിസ്ട്രി പോലെ പ്യുവർ സയൻസ് അല്ല എന്നാണ് ഒന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടുള്ള ലിമിറ്റേഷൻ ആണ്, ലിമിറ്റേഷൻ ഡ്യൂ ടു ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൊണ്ടുള്ള എന്താണ് പരിമിതികളാണ് പിന്നെ പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ലിമിറ്റേഷൻ ഡ്യൂ ടു ദ നേച്ചർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, ഹ്യൂമൻ ബിഹേവിയർ അതായത് നമ്മളെ പെരുമാറ്റങ്ങൾ ഓരോ സമയത്തിലും ഓരോന്നാവുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്, ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. പിന്നെ പറഞ്ഞത് ലിമിറ്റേഷൻസ് ഡ്യൂ ടു ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് എക്സ്പെരിമെന്റ്സ് ഓൺ ഹ്യൂമൻ ബീയിങ്, ഹ്യൂമൻ ബീയിങ്ങിൽ എന്താണ് എക്സ്പെരിമെന്റ്സ് ചെയ്തത് എന്താ ലിമിറ്റഡ് ആയിരുന്നു, അതുകൊണ്ടും എന്ത് വരുന്നുണ്ട്, കുറെ പരിമിതികൾ നമുക്ക് വരുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ലിമിറ്റേഷൻ ഡ്യൂ ടു ദ ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്, നമ്മളിത് വായിച്ച് പഠിച്ചതും ഇത് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോഴും വരുന്ന ഒരു ഗ്യാപ്പും ഇതിന്റെ എന്താണ് ഒരു പരിമിതിയാണ്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ ആയിട്ടുണ്ടോ? ഓക്കെ ആണോ മിസ്സേ?
ഓക്കെ, നമുക്ക് അടുത്തത് എടുക്കാമോ? അടുത്തത് വായിക്കാം. എല്ലാവരും ആക്റ്റീവായിട്ട് മുന്നോട്ട് വരണം കേട്ടോ, ഓരോ പോയിന്റ്സ് വായിക്കാന്. ഇപ്പോഴും വായിക്കുന്നവർ തന്നെ വായിക്കണ്ട, പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് വായിച്ചു വിട്ടാ പോരെ. അപ്പൊ നമുക്ക് അടുത്തത് ഇതിന്റെ റെലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതിന്റെ പ്രസക്തിയും ഇതുകൊണ്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സംഭാവന, ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി കൊണ്ടുള്ള ഒരു ഉപകാരങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോരുത്തർ വായിച്ചോ, ഓരോ പോയിന്റ് വായിച്ചോ, എല്ലാവർക്കും വായിക്കാനുള്ളതുണ്ട്. വായിച്ചോ ഫൈസ, വായിച്ചോ. Educational psychology will be very helpful to the teacher in the following ways. First, to attain deeper insight in the theories and practices of education. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി ടീച്ചേഴ്സിനെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു, ഏതൊക്കെ വേയിലാണ് ടീച്ചേഴ്സിനെ ഹെൽപ്ഫുൾ ആവുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ് ടു അറ്റൈൻ ഡീപ്പർ ഇൻസൈറ്റ് ഇൻ ടു ദ തിയറീസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലേ. അതായത് എന്താണ് ഈ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഭയങ്കര ഡീപ്പർ ലെവലിലേക്കുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു അവയർനെസ്, അതിനെ നമ്മൾ ഇൻസൈറ്റ് എന്ന് പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരുണ്ടാവില്ലേ, നമ്മളിപ്പോൾ വർക്ക് ചെയ്തിരുന്നിടത്തൊക്കെ കുറേ ഇൻപേഷ്യൻസ് ഉണ്ടായിരുന്നു, അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളവർ. അവർക്ക് നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റും മെഡിക്കേഷനും അതൊക്കെ കൊടുക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെക്ക് ചെയ്യുമെന്നറിയോ, ഇൻസൈറ്റ് ഉണ്ടോ. ഇൻസൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു 4-5 ലെവലുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ലെവലിലേക്ക് അയാൾക്ക് ഇൻസൈറ്റ് ഉണ്ടോ നോക്കും. ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ മെൻ്റൽ ഹെൽത്ത് ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ട്, ഇതിനെക്കുറിച്ചിട്ട് അയാൾക്ക് അറിവുണ്ടോ എന്ന് നമ്മൾ നോക്കും. അപ്പോൾ അവിടെ ഒരു ബൈപ്പോളാറുള്ള ഒരാളുണ്ടായിരുന്നു. മൂപ്പർക്ക് അറിയാം മൂപ്പരുടെ മൂഡ് എപ്പോഴാണ് ഷിഫ്റ്റ് ആവുന്നത്, എപ്പോഴാണ് അയാൾ പോസിറ്റീവ് ആവുന്നത്, നെഗറ്റീവ് ആവുന്നത് നല്ല അറിയായിരുന്നു. അതായത് അയാൾ നല്ല പോസിറ്റീവ് ആണെങ്കിൽ ഒക്കെ എല്ലാതും നന്നായിട്ട് ചെയ്യും, നെഗറ്റീവ് ആവുമ്പോൾ അയാൾക്ക് ഇപ്പോൾ ദേഷ്യം വരും, ഞാൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും, റൂഡാവും എന്നുള്ള കാര്യം അയാൾക്ക് അറിയാം. അപ്പോൾ ഇൻസൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഇത് റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ, മെൻ്റൽ ഡിസോർഡർ റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരുന്നു നോക്കുന്നത്, അതിൽ ഏതെങ്കിലും ഒരു ലെവലിലേക്ക് അയാൾക്ക് ഇൻസൈറ്റ് വന്നിക്കണം. അതേപോലെ ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ, എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ നമുക്ക് ഉപയോഗിക്കേണ്ട തിയറീസും അതിനെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെയൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ അതിനെ പ്രാക്ടിക്കലി യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഡീപ്പർ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആർക്ക് ഉണ്ടാക്കിയെടുക്കണം, ടീച്ചേഴ്സിൽ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റ്, second point, to attain an understanding of the behavior of the learner. ഓക്കെ, അവിടെ എന്താ പറഞ്ഞത്, നമ്മളെ ഇവിടെ മെയിനായിട്ട് നോക്കേണ്ട സംഭവം തന്നെ, അതായത് ആ സ്റ്റുഡൻറ്റിൻ്റെ ബിഹേവിയർ അല്ലേ, സ്റ്റുഡൻറ്റിൻ്റെ ബിഹേവിയറിനെയാണല്ലോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, ടു അറ്റൈൻ ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബിഹേവിയർ ഓഫ് ദി ലേണർ. ആ ലേണറിൻ്റെ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള മനസ്സിലാക്കൽ, അതെന്തായാലും ടീച്ചേഴ്സ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. അടുത്ത പോയിന്റ്, To gain the knowledge of learning process. അതായത് നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാവണം, ഹൗ ടു ലേൺ ആൻഡ് ഹൗ ടു ടീച്ച്. അതിന് നമ്മൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം, എന്തൊക്കെ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യാം, ഒരു കുട്ടിക്ക് ഇപ്പോൾ അവരുടെ ഫോർഗെറ്റിങ് റെഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ സ്ട്രാറ്റജീസ്, അവരുടെ എന്തൊക്കെ ടിപ്സ് കൊടുക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ചിട്ട് ഒരു നോളജ് വേണം. അത് തന്നെ അത് ഗെയിൻ ചെയ്യുക, ആ നോളജിനെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നമ്മളുടെ നോളജ്, അതായത് നമുക്ക് എന്താണ് ഒരു സെറ്റിങ്സിൽ പോയിട്ട് പഠിപ്പിക്കാണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി അപ്ഡേറ്റഡ് ആവുക, നമുക്ക് എങ്ങനെയൊക്കെ പഠിപ്പിക്കാം, എന്തൊക്കെ ടിപ്സ് യൂസ് ചെയ്യാം, അവരെങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നോളേജ് നമ്മൾ തന്നെ വളർത്തിയെടുക്കണം നമ്മളിൽ. ഓക്കെ, അടുത്ത പോയിന്റ്,
For catering to individual differences. അവള് പറഞ്ഞു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടാവും. എല്ലാ കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. അവർക്ക് എന്തുണ്ടാവും, ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അവരുടെ വളർന്നു വന്ന കാര്യങ്ങളും അവരുടെ എൻവിറോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസും ഒക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്തുണ്ടാവും, ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവും. അതിനൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ചിട്ട് അവരെ ഗൈഡ് ചെയ്യാനും അവരോട് ബിഹേവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ചെയ്തെടുക്കണം, ഡെവലപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി അടുത്തത് ഒരാൾ പറഞ്ഞു. To develop the ability for creating effective classroom environment. അതെ, അതായത് ഒരു ക്ലാസ് റൂം ആ കുട്ടിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, അതേപോലെ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതും, ആ ഒരു ക്ലാസ് റൂം എൻവിറോൺമെന്റ് അവർക്ക് അത്രയും അവരുടെ ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന, അവരുടെ ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് ആക്കി എടുക്കുക എന്നുള്ളതും അങ്ങനത്തെ ഒരു എബിലിറ്റി ആരുണ്ടാക്കിയെടുക്കണം, ടീച്ചർ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് തന്നെ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി അവർക്ക് എന്തുണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആ ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ. അതായത് ഒരു നല്ലൊരു എഫക്റ്റീവ് ക്ലാസ് റൂം എൻവിറോൺമെന്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു എബിലിറ്റി അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്. അടുത്ത പോയിന്റ് ആരെങ്കിലും വായിക്കോ? To understand development characteristics. അതായത് ഓരോ സ്റ്റേജിലും എന്തുണ്ട്, ഓരോ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഇന്ന ഒരു സ്റ്റേജിൽ ഇന്ന ഡെവലപ്മെന്റ്സ് നടക്കണം, ആ കുട്ടിയിൽ ഇന്ന ഒരു ഗ്രോത്ത് വേണം എന്നുള്ള കാര്യങ്ങൾ അറിയില്ലേ. അപ്പോൾ ആ ഡെവലപ്മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഇന്ന പ്രായത്തുമ്പോൾ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കണം, ഇപ്പൊ ആ കുട്ടി ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, അതുപോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമുക്കത് മനസ്സിലാക്കി, നമുക്ക് അതിലൊരു അറിവ് വേണം. ഇന്ന ഒരു സമയത്ത് കുട്ടി ഇന്ന ഒരു സംഭവം കാണിച്ചിരിക്കണം, അത് കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ ഗൈഡ് ചെയ്യണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യണം, അവർക്കൊരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, അതായത് ഓരോ സ്റ്റേജിലും ഏതൊക്കെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ആണ് അവർക്ക് കാണിക്കേണ്ടത്, അതൊക്കെ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും, ആ ഒരു സമയത്ത് കാണിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി അടുത്തത്, To develop the skill to analyze and transact curriculum. അതെ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ സ്കില്ലിനെ അവിടെ എന്ത് ചെയ്യണം, എപ്പോഴും ഡെവലപ്പ് ചെയ്യണം. കാരണം നമ്മൾ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തിട്ട് വേണം ആ കുട്ടികളെ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ഒരു അനലൈസ് ചെയ്യുക, അവരെ കുറിച്ചിട്ടുള്ള ഒരു വിശകലനം എന്നൊക്കെ പറയില്ലേ, അത് നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യണം. എന്നിട്ട് വേണം അവർക്ക് എക്സ്ട്രാ ആയിട്ട് അവരുടെ ആ ഒരു പാഠപദ്ധതികളൊക്കെ നമ്മൾ കൊടുക്കൂലേ, മീൻസ് കരിക്കുലം, അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ, അതൊക്കെ നമുക്ക് നല്ല രീതിക്ക് അവരിലേക്ക് കൊടുക്കണം, ട്രാൻസാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നമ്മളുടെ സ്കില്ലിനെ എപ്പോഴും ഡെവലപ്പ് ചെയ്യണം. അതിനെക്കുറിച്ചിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കണം, നമുക്ക് എന്തൊക്കെ എവിടെയൊക്കെ ഡെവലപ്പ് ചെയ്യാനുണ്ട്, ഞാൻ എവിടെയൊക്കെ എന്നെ ശരിയാക്കി എടുക്കാനുണ്ട്, സ്കില്ല് എവിടെയൊക്കെ ഞാൻ വർദ്ധിപ്പിക്കണം, അതെങ്ങനെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ ആണോ? അതായത് നമ്മുടെ സ്കില്ലിനെ മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ചിട്ട് നമുക്ക് എവിടേക്ക് തിരുത്താണ്ട്, നമുക്ക് എവിടേക്ക് ഡെവലപ്പ് ചെയ്യാണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എക്സ്ട്രാ അവർക്ക് കൊടുക്കേണ്ട ആക്ടിവിറ്റീസും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അവിടേക്ക് ട്രാൻസാക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ.
അതാണ് അവിടെ പറഞ്ഞത്. ഇനി അടുത്തത് വായിച്ചോ, ആരെങ്കിലും വായിച്ചോ. To provide guidance for the education of specially needed children. അതാണ്. അതായത് നമ്മൾ പറഞ്ഞു എന്താണ് മുന്നിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ട കുട്ടികളുണ്ടാവും, സ്പെഷ്യൽ കെയർക്ക് വേണ്ട കുട്ടികളുണ്ടാവും. കാരണം എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും ഈക്വലി ഇന്റലിജന്റ് ആണ്, നമ്മൾ കൊടുത്ത കാര്യങ്ങൾ അവർ അതേപോലെ പഠിച്ച് പറയുമെന്ന് നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്പെഷ്യലി നീഡഡ് ആയിട്ടുള്ള, അതേപോലെ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ, അതേപോലെയുള്ള ഡിസബിലിറ്റി പഠന വൈകല്യങ്ങൾ എന്തെങ്കിലും ഉള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കിയിട്ട് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്. To help is To measuring help learning in outcomes. അതെ, ഓക്കെ. ടു ഹെൽപ്പ് ഇൻ മെഷറിംഗ് ലേണിംഗ് ഔട്ട്കംസ്, അതായത് നമ്മൾ പഠിപ്പിച്ച സംഭവങ്ങള് അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ മെഷർ ചെയ്യൂലേ, അതാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ക്ലാസ് ടെസ്റ്റ് ഇട്ടിട്ട് അതേപോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് നമ്മൾ പഠിപ്പിച്ച സാധനം അവരുടെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ, അവർക്ക് അത് എന്താണ് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ, അവരത് പഠിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ മെഷർ ചെയ്യൂലേ, നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്യൂലേ ടെസ്റ്റുകളും അതൊക്കെ നടത്തിയിട്ട്. അതാണ് അവിടെ പറയുന്നത്. ടു ഹെൽപ്പ് ഇൻ മെഷറിംഗ് ലേണിംഗ് ഔട്ട്കംസ്, അവരുടെ ലേണിംഗ് ഔട്ട്കംസ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ അവിടെ മെഷർ ചെയ്ത് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത 10th പോയിന്റ് അല്ലേ. 10th പോയിന്റ് എന്താ To പറയുന്നത്? prepare To prepare appropriate timetable. അവർക്കൊരു ടൈം ടേബിൾ. അപ്പോൾ നമ്മളിപ്പോ ഒരു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ എല്ലായിടത്തും ഉണ്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ടേബിളിൽ ആ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ എന്താണ്, ഇന്ന സമയമായാൽ ഞാൻ ഇന്ന ചെയ്യണം, ഇന്ന ടൈം ആയാൽ ഈ ഹവറിൽ ഞാൻ ഈ സംഭവം പഠിക്കണം, ഇന്ന ടൈമിൽ ഞാൻ എൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യണം, എൻ്റെ ബ്രേക്ക് ടൈമിൽ ഇത് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഒരു ഗൈഡൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, അവരത് ഫോളോ ചെയ്യും. എന്താണ് ഇപ്പൊ നമ്മളൊരു പ്രോപ്പർ ടൈം ടേബിൾ ഒന്നും ഇല്ലെങ്കിൽ അവർ തന്നെ ആകെ എന്തായാലും ഒരു ലേസി ആയിട്ട് എന്താണ് തോന്നുമ്പോൾ അത് ചെയ്യാം ഇത് ചെയ്യാം അങ്ങനത്തെ ലെവലിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം, നമുക്കൊരു ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക, അതേപോലെ അവർക്ക് എന്താണ് കംഫർട്ട് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അതിപ്പോൾ നമുക്ക് സ്കൂൾസിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ, അവർക്ക് വീട്ടിൽ പോയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് അത്രയും ഹെൽപ്ഫുൾ ആവും അവർക്ക് അല്ലേ. അതാണ് അടുത്ത് പറഞ്ഞത്. പിന്നെ ഇനി അടുത്ത പോയിന്റ്, to prepare suitable textbooks and instructional materials. അതെ, അതായത് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അവരുടെ സിലബസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾക്ക് വരുന്നത് ചെറിയ മക്കളാണ്, അപ്പോൾ അവർക്ക് എന്താണ് കുറെ കാർട്ടൂൺസ്, അങ്ങനത്തെ ആനിമേഷൻ പിക്ചേഴ്സും കുറെ ഡയലോഗ്സും കുറെ കളറിങ്ങും അങ്ങനത്തെ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബുക്സ് കൊടുക്കുക. അതേപോലെ എന്താണ് അവർക്ക് കൊടുക്കേണ്ട മെറ്റീരിയൽസ് എന്താണ് നമ്മളിപ്പോൾ വലുതാകുമ്പോൾ യൂസ് ചെയ്യേണ്ട കോമ്പസ് പോലത്തുള്ള മെറ്റീരിയൽസും നമ്മൾ ആ ഒരു ഏജിൽ പഠിപ്പിക്കൂലല്ലോ. അപ്പൊ അവർക്ക് വേണ്ട ബുക്സും അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും അവർക്ക് വേണ്ട അതിന് യൂസ് ചെയ്യാൻ പറ്റേണ്ട ചെയ്യേണ്ട മെറ്റീരിയൽസും മാത്രമാണ് നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അതിനൊക്കെ നമുക്കൊരു അറിവ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്ത് വരുന്നത് 12th പോയിന്റ് ആണ്. ഇനി അടുത്ത 12th പോയിന്റ്, To select ടു സെലക്ട് ആൻഡ് ഓർഗനൈസ് കോ-കരിക്കുലർ ആക്ടിവിറ്റീസ്. അതായത് നമ്മൾ എന്താണ് ജസ്റ്റ് അവരുടെ ഒരു സിലബസിൽ മാത്രമല്ല അവിടെ ഫോക്കസ് ചെയ്യുന്നത്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓരോ അധ്യയന വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ മത്സരങ്ങള് അത് ഇത് അങ്ങനത്തെ കോമ്പറ്റീഷൻ, ക്വിസ് മത്സരങ്ങൾ, പെയിന്റിങ്, അത് പറഞ്ഞിട്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കലുണ്ട് അല്ലേ.
അതൊക്കെ എന്താണ് ആ ഒരു ഏജിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാനും അതിനെ ഓർഗനൈസ് ചെയ്ത് കണ്ടക്ട് ചെയ്ത് കുട്ടികളെ നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാനും എന്ത് ചെയ്യണം നമുക്ക് പറ്റണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അടുത്ത പോയിന്റ് വരുന്നത് To maintain constructive and creative discipline. അതെ, അതായത് ഒരു ഡിസിപ്ലിൻ, അതായത് അത് നമ്മൾ പിള്ളേർക്ക് മാത്രമല്ല, നമുക്കൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിന് നമ്മുടെ ലൈഫിൽ തന്നെ വേണം. അതായത് നമുക്കൊരു ലൈഫിലൊരു നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു അച്ചടക്കവും കാര്യങ്ങളും ഇതിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കൂലേ, നല്ലൊരു റുട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ ആ ഒരു നല്ലൊരു അച്ചടക്കവും ഡിസിപ്ലിനും കുട്ടികളിലും ഉണ്ടാക്കിയെടുക്കുക. അത് അവരിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, അത് നിലനിർത്തി കൊണ്ടുപോകാൻ അവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ അടുത്ത പോയിന്റ് To know about himself. അതെ, ടു നോ അബൌട്ട് ഹിംസെൽഫ്. പറയുമ്പോ എന്താണ്, ആ ഒരു ടീച്ചർക്ക് അവരെ കുറിച്ചിട്ടുള്ള ഒരു അറിവ്, അതായത് ഇപ്പോ ഒരു ടീച്ചർക്ക് അവരെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് ഉണ്ട് എന്നുള്ളത്. അപ്പോ അതെങ്ങനെയാണ് ഒരു സ്റ്റുഡന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക? ടു നോ അബൌട്ട് ഹിംസെൽഫ്. അതെങ്ങനെയായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ടീച്ചർക്ക് ആ ടീച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് ഉണ്ടാവുമ്പോൾ അത് ആ സ്റ്റുഡന്റിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ടീച്ചർക്ക് നന്നായിട്ട് അറിയാം ഹൗ ടു ടീച്ച് എന്നുള്ളത്. ഏത് രീതിയിൽ പഠിപ്പിച്ചാൽ കുട്ടികളെ നന്നായിട്ട് മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊക്കെ ആ ടീച്ചർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിയും. അതെ, അതായത് ആ ടീച്ചറെ കുറിച്ചിട്ട് ഒരു അറിവ് ഉണ്ടെങ്കിൽ എന്താണ് ആ ടീച്ചർക്ക് അവരുടെ ഒരു പേഴ്സണാലിറ്റിയും അവരുടെ ഒരു ക്യാരക്ടറും അവരിപ്പോ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അതായത് ടീച്ചർക്ക് ഇപ്പൊ അവരെ അഫക്ട് ചെയ്യുന്ന കുറെ പേഴ്സണൽ കാര്യങ്ങളും റിലേഷൻഷിപ്പും കുട്ടികളും ഫാമിലി ഇഷ്യൂസും ഇങ്ങനെ അവരെ എന്ത് ചെയ്യുന്ന അവരുടെ മൂഡ് ലോ ആക്കുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിൽക്കണമെങ്കിൽ അത് ആ കുട്ടികളിൽ കാണിക്കാതെ, അതായത് നമുക്ക് വരുന്ന ഫ്രസ്ട്രേഷൻസും ടെൻഷൻസും നമ്മുടെ സ്ട്രെസ്സും കുട്ടികളിൽ കാണിക്കാതെ അതിനെ നല്ല രീതിയിലേക്ക് ഡീൽ ചെയ്ത് പോവാൻ നമുക്ക് എന്ത് ചെയ്യും? ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൂടെ നമ്മളെ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, അടുത്ത പോയിന്റ്. To instill a sense of professionalism. അതെ, നമ്മൾ പ്രൊഫഷണൽ ആവുക, നമ്മുടെ ഒരു സെറ്റിങ്സിൽ നമ്മൾ പ്രൊഫഷണൽ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കൊരു സെൻസ് ഓഫ് പ്രൊഫഷണലിസം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ ഒരു വർക്കിംഗ് ലേസി ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ആ ഒരു മൈക്കൊന്ന് ഓഫ് ആക്കോ? അതാരാണ്? ആമിന? എന്താണ് ഇത്? നമ്മളെ ഒരു സെൻസ് ഓഫ് പ്രൊഫഷണലിസം, നമ്മളൊരു പ്രൊഫഷണൽ ആണ്, ഇന്ന സെറ്റിങ്സിൽ ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സെൻസ് നമുക്ക് ഉണ്ടാവണം. ഇപ്പോൾ എന്താണ് നമുക്ക് ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിനെ കോമഡി ആക്കിയിട്ടും അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്ന ആൾക്കാരും സംസാരിക്കുന്ന ആൾക്കാരും ഒക്കെ ആയിരിക്കാം. പക്ഷേ അവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഇൻഡിവിജ്വൽ ഡിഫറൻസും ഹ്യൂമൻ ബിഹേവിയറും അതെല്ലാതും നോക്കിയിട്ട് ആ കുട്ടിയുടെ ലേണിംഗ് പ്രോസസ്സിനെ സാറ്റിസ്ഫൈ ആക്കുന്ന രീതിക്ക് നമ്മൾ ബിഹേവ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു സെൻസ് ഓഫ് പ്രൊഫഷണലിസം നമ്മളിൽ കാണിക്കുക എന്നുള്ളതും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പോയിന്റ് ടു പ്രൊവൈഡ് ഗൈഡൻസ് സർവീസ് ആണ് അല്ലേ. അതായത് ആ കുട്ടിക്ക് ഏതൊക്കെ രീതിയിലുള്ള എന്താണ് ഗൈഡൻസ്, ഒരു മാർഗനിർദ്ദേശം, നമ്മൾ ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെ ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഏരിയ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു കാര്യം നമ്മളെടുത്തുനിന്ന് വേണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ആ കുട്ടിയെങ്കിൽ അവർക്ക് അതേപോലെയുള്ള ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാ? ഹലോ, സംസാരിക്കണ്ടോ? അതായത് അവർക്ക് 3 മണിയായില്ലേ? അത് എങ്ങനെയാണ് ഓഫ് ആക്കുക? 1 മണിക്കൂർ ക്ലാസ്, 3 മണി. അതായത് എന്താണ് ആ കുട്ടിക്ക് ഗൈഡൻസ് വേണ്ട ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് നമ്മളവിടെ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും എന്താണ്
ആസ് എ ടീച്ചർ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ലാസ്റ്റ് പറയുന്നുണ്ട്, ഇൻ ഷോർട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജി ക്രിയേറ്റ്സ് എ സക്സസ്ഫുൾ ടീച്ചർ ആൻഡ് എ സക്സസ്ഫുൾ ലേണർന്ന്. അതായത് ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൂടെ നമ്മൾ എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ടീച്ചറേയും പ്ലസ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലേണറെയാണ് എന്നുള്ളതാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് പക്ഷെ നിങ്ങൾക്ക് കുറച്ചധികം പോയിന്റ്സ് അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. 16 പോയിന്റ്സ് ആണ് റെലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷനിൽ വരുന്നത്. പക്ഷെ അതൊരു എന്താണ് ഭയങ്കര ഒരു ഇതാക്കി എടുക്കണ്ട, സ്ട്രെസ് ആവണ്ട. നമ്മൾ ഇത്രയും സമയം മേലെ പറഞ്ഞിരുന്ന ലേണർ, ടീച്ചർ, ലേണിംഗ് എക്സ്പീരിയൻസ്, ലേണിംഗ് എൻവിറോൺമെന്റ്, ആ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ താഴെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് അല്ലേ. ഇങ്ങനെ തന്നെ അല്ലേ. അതിനൊന്ന് എലാബറേറ്റ് ചെയ്ത് നിങ്ങൾ ഐഡിയ ഒക്കെ ചെയ്താലോ. ഒരു എന്താണ് നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജി കൊണ്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്, റെലവൻസ് എന്താണെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ നമുക്ക് എഴുതാം. കുട്ടികൾക്ക് ഇങ്ങനത്തെ എന്താണ് ലേണിംഗ് ഔട്ട്കം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യണം, അവരുടെ ഡെവലപ്മെന്റ്സ് എങ്ങനെയാണെന്ന് നോക്കണം, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ. സ്പെഷ്യലി നീഡഡ് ആണെങ്കിൽ അവരെ ഗൈഡ് ചെയ്യണം, അവർക്ക് വേണ്ട ടെക്സ്റ്റ് ബുക്ക്, ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് കൊടുക്കണം. ഇങ്ങനത്തെ സംഭവങ്ങൾ തന്നെയാണ് അത് പറയുന്നത്. ഓക്കെ, അത് ഇങ്ങനെ പോയിന്റ് ആക്കിയിട്ട് കുറച്ചധികം പറഞ്ഞു എന്നുള്ളൂ. നിങ്ങളുടെ ഐഡിയക്ക് എഴുതാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഇത് കുറേ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ ആവുമെന്ന് വേണ്ട. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഇന്നത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം മുതൽ പറയണോ? ഓക്കെയാണ് മിസ്, മനസ്സിലായിട്ടുണ്ട് നന്നായിട്ട്. ഇതിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം വേണമെന്നോ, ഇങ്ങനെയല്ല ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇനി ഇതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. മിസ് ഞാനൊന്ന് ലീവ് ആകട്ടെ. ആ ഓക്കെടാ, സംഭവം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ള ഒപ്പീനിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. നമ്മളെ ക്ലാസ് ഡണ്ണാണ്. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് അഭിപ്രായമുള്ളവരോ, ക്ലിയർ ഇല്ല എന്നുള്ള പ്രശ്നമുള്ളവരോ, നമ്മൾ സ്കോപ്പിൽ 5 കാര്യങ്ങൾ പറഞ്ഞു. ദ ലേണർ, ദ ലേണിംഗ് എക്സ്പീരിയൻസ്, ദ ലേണിംഗ് പ്രോസസ്, ദ ടീച്ചർ ആൻഡ് ലേണിംഗ് എൻവിറോൺമെന്റ്. ഇങ്ങനെ 5 കാര്യങ്ങളാണ് നമ്മൾ സ്കോപ്പിൽ പറഞ്ഞത്. അതേപോലെ ലിമിറ്റേഷനിൽ നമ്മളൊരു 5 കാര്യങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ടൊക്കെയുള്ള ലിമിറ്റേഷനാണ്? നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, അതേപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൊണ്ടുള്ള ലിമിറ്റേഷന്, അതേപോലെ ഹ്യൂമൻ ബിഹേവിയറിന്റെ നേച്ചർ നോക്കിയിട്ടുള്ള ലിമിറ്റേഷന്, പിന്നെ എന്താണ് ഹ്യൂമൻ ബീങ്സിൽ എന്ത് എക്സ്പെരിമെന്റ്സ് ലിമിറ്റഡ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടുള്ള ലിമിറ്റേഷന്, അതേപോലെ തിയറിയും പ്രാക്ടീസും തമ്മിലുള്ള ലിമിറ്റേഷന്. ഇത്രയും സംഭവങ്ങളാണ് അതിൽ പറഞ്ഞത്. പിന്നെ പറഞ്ഞത് നമ്മൾ റെലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷനിൽ ഒരു 10-16 എന്ത് പറഞ്ഞു പോയിന്റ്സ് പറഞ്ഞിക്കണു. അപ്പോ എന്താണ് ഇത്രയും പോയിന്റ് ആണ് നമ്മളതിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. എല്ലാവർക്കും ഓക്കെ ആണോ? പിന്നെ പറഞ്ഞ കാര്യങ്ങളും എടുത്ത നോട്ട്സും ഒക്കെ പക്കയാണ് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും മാറ്റണം എന്നുള്ള അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടോ? ഓക്കെയാണ്. താങ്ക് യു. അപ്പോൾ എന്താണ് നമുക്ക് ഇന്ന് മെല്ലെ ഇങ്ങനെ ലീവ് ചെയ്യാല്ലേ. ഓക്കേടാ. എന്തെങ്കിലും പറയാനുള്ളവർക്ക് പറയാം, ഡിസ്കസ് ചെയ്യാനുള്ളവർക്ക് ഡിസ്കസ് ചെയ്യാം, ലീവ് ചെയ്യാം.